ഇതിനു വേണ്ടിയിട്ട് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആഗസ്റ്റ് മാസം മുതൽ ഞങ്ങൾ ഈ നിമിഷം വരെ ഞങ്ങൾ നല്ല എഫേർട്ട് ഇട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കളിച്ച് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. അതെ, ആദ്യമായിട്ടാണ് ചെറിയൊരു ഇതുണ്ടെങ്കിലും ഒരു ഭയം ഉണ്ടെങ്കിലും ഞങ്ങളത് പുറത്ത് കാണിക്കാതെ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 7 പേരും നൃത്തം പഠിച്ചവരല്ല. കലോത്സവത്തിന് മാത്രമായിട്ട് ഓഗസ്റ്റ് മാസം തുടങ്ങിയൊരു പ്രാക്ടീസാണ്. സംഘനൃത്തത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. 131 എ ഗ്രേഡ്. നിങ്ങൾ സംഘനൃത്തം കളിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ 3ാമത്തെ തവണയാന്ന് തോന്നുന്നല്ലേ കലോത്സവത്തിന് വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണ തൃശ്ശൂർ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 3 കൊല്ലമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വരാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ 2 പേരൊഴികെ ബാക്കി ഞങ്ങൾ 5 പേര് ആദ്യമായിട്ടാണ് സ്റ്റേറ്റിക്ക് വരുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാൻ വാക്കുകളില്ല, അത്രയും സന്തോഷമുണ്ട്. ഞാൻ ഈ സ്കൂളിനെ പറ്റി പറഞ്ഞതായിരുന്നു. 3 തവണ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 തവണ വരുമ്പോഴും നിങ്ങളുടെ സ്കൂളിൻ്റെ ഡാൻസ് എപ്പോഴും കാണാറുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രാക്ടീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ? ഇപ്പോൾ ആദ്യമായിട്ടാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. പ്രാക്ടീസൊക്കെ അടിപൊളി. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആഗസ്റ്റ് മാസം മുതൽ ഞങ്ങൾ ഈ നിമിഷം വരെ ഞങ്ങൾ നല്ല എഫേർട്ട് ഇട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കളിച്ച് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. അതിന് ഞങ്ങളുടെ സ്കൂളിലത്തെ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ടീച്ചറും ഞങ്ങളുടെ ഡാൻസ് ടീച്ചറും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്. പിന്നെ കൂടാണ്ട് സ്റ്റാഫ്സ് എല്ലാവരും. ഇവിടെ ചില ടീച്ചേഴ്സ് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ആദ്യമായി ചിലങ്ക ഇട്ട കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. പക്ഷെ അവരത് പുറത്ത് കാണിക്കാതെ. എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് സ്റ്റേജിൽ ഇപ്പോൾ ഇത്രയും കാണികളുടെ മുന്നിൽ വന്നപ്പോഴുള്ളൊരു? അതെ, ആദ്യമായിട്ടാണ് ചെറിയൊരു ഇതുണ്ടെങ്കിലും ഒരു ഭയം ഉണ്ടെങ്കിലും ഞങ്ങളത് പുറത്ത് കാണിക്കാതെ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇറങ്ങുമ്പോൾ കുറേ ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ? അതെ, അടിപൊളിയായിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ തന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഏത് സ്കൂളായിരുന്നു? ഞങ്ങൾ MRS അട്ടപ്പാടിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 5 പേരൊഴികെ ബാക്കിയുള്ളവർ +2, 2 പേര് +2, ഞങ്ങൾ 5 പേര് +1 ആണ്. തൃശ്ശൂരൊക്കെ റൗണ്ട് അടിച്ച് കണ്ടോ? വടക്കുന്നാഥനെ കണ്ടു. എന്തായാലും വടക്കുന്നാഥന് വണ്ടി വന്നിട്ട് വടക്കുന്നാഥനെ കാണാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് സ്റ്റേജിലും കയറിയതല്ലേ? അതെ, പ്രാർത്ഥിച്ചിട്ടാണ്. ഇവിടെ വന്നിറങ്ങിയതും വടക്കുന്നാഥൻ്റെ അടുത്തേക്കാണ് പോയത്. അതിൻ്റെ നല്ലൊരു ഇതുണ്ടായിരുന്നു, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കയറുമ്പോഴും അതുണ്ടായിരുന്നു. അത് ഞങ്ങൾ അങ്ങനെ നല്ല പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ എ ഗ്രേഡ് കിട്ടിയിരിക്കുകയാണ്. ഈ സന്തോഷ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. നമ്മുടെ മക്കൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇന്നിവിടെ കിട്ടിയതിൽ ഞങ്ങൾ അപ്പീൽ ടീമാണ്. അപ്പോൾ ഒരു എ ഗ്രേഡ് നേടിയിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പോവാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്ന് വാങ്ങിയിട്ട് പോവാന്ന് പറയുന്നത് ഭാഗ്യമാണ്. മല്ലീശ്വരൻ്റെ മക്കളാണ് ഇവർ. അട്ടപ്പാടി പാലക്കാടിനെ പ്രതിനിധീകരിച്ച് വരികയാണ്. ായിട്ട് ചിലങ്ക കിട്ടുന്നവർ, ഇതുവരെ നൃത്തം കളിക്കാതിരുന്നവരൊക്കെ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഭയങ്കര റിസ്ക്കാണ്. അത് ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് പഠിക്കാനാണ് ബുദ്ധിമുട്ട്. ഇവരാരും ഈ 7 പേരും നൃത്തം പഠിച്ചവരല്ല. കലോത്സവത്തിന് മാത്രമായിട്ട് ഓഗസ്റ്റ് മാസം തുടങ്ങിയൊരു പ്രാക്ടീസാണ്. അത് ഇവരുടെ ഹാർഡ് വർക്ക്, ഇവർക്ക് കലയോടുള്ള താല്പര്യം, പ്രത്യേകിച്ച് നൃത്തത്തിനോടും പാട്ടിനോടും MRSലെ കുട്ടികൾക്ക് ഒരുപാട് താല്പര്യമാണ്. അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ST ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞാൻ മാത്രമല്ല, ഇവർ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നുണ്ട്.
ഇപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞ് ഞങ്ങൾ ആദ്യം തന്നെ ടീച്ചറെ പിടിച്ചിരുത്തി ചോദിക്കുന്നതുകൊണ്ട് അപ്പോൾ ടീച്ചർക്ക് മര്യാദയ്ക്ക് കുട്ടികളോട് സംസാരിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ലൈവായിട്ട് ചോദിക്കുകയാണ്, സ്വന്തം കുട്ടികളോട് എന്താണ് ടീച്ചർക്ക് ഇപ്പോൾ പറയാനുള്ളത്? എന്താ പറയണ്ടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയൊരു സംഭവമാണ് അത്. പ്ലസ് ടുവിലെ കുട്ടികളുണ്ട് ഇതിനകത്ത്, അവരെ സംബന്ധിച്ച് ചാൻസ് കഴിഞ്ഞു. എന്തായാലും പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് ഒരു വർഷം കൂടെ ഉണ്ട്. ഇത്ര വലിയൊരു വേദിയിൽ വന്ന് ഒന്ന് പെർഫോം ചെയ്യുക, ഒന്ന് ചിലങ്ക അണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിന് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൂടെ വേണം. അത് നമുക്കുണ്ട്. നമ്മൾ അട്ടപ്പാടി മേഖലയിലാണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഹയർ സെക്കൻഡറി വരെയുള്ള 410 കുട്ടികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ 85% കുട്ടികളും ട്രൈബ് കുട്ടികളാണ് പഠിച്ചു ഇതാകുന്നത്. അതായത് 210 കുട്ടികൾ വരെ ഹൈസ്കൂളുകളും ബാക്കി 200 കുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിലാണ് നമ്മുടെ സ്ഥാപനം നടന്നുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ഒരു 5 വർഷമായി ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമാണ്. ഞങ്ങൾ കലയോടും കായികത്തോടുകൂടി ഭയങ്കര താല്പര്യമുള്ള കുറേ ജീവനക്കാരുണ്ട് അവിടെ. അപ്പോൾ അതിന് ഞങ്ങൾ കുട്ടികളോട് അവരുടെ ഒരു സപ്പോർട്ടും ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ അവർ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ സംസ്ഥാന ലെവലിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഈ വർഷം ഞങ്ങൾ ഓരോ വർഷം കൊണ്ട് ഞങ്ങൾ കുട്ടികളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യം. അപ്പോൾ നമ്മളൊരു കുട്ടികളെ സെലക്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ പൂർണ്ണമായിട്ട് അതിൽ ഇൻവോൾവ് ആവാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ പൂർണ്ണ സമ്മതത്തോട് വരുന്ന കുട്ടികളെ ഞങ്ങൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടീച്ചറും മറ്റേ നമ്മൾ ജീവനക്കാരും പറയുന്ന രീതിയിലുള്ള ഒരു എഫേർട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പൂർണ്ണമായിട്ടും നമ്മൾ പറഞ്ഞതിൻ്റെ 1 മിനിറ്റ് മുമ്പെങ്കിലും അവരവിടെ ഇതിന് എത്തിയിരിക്കും.